എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ? ഈ 2 ബ്ലൗസ് പീസിനും കൂടെ ബില്ലിട്ടെ. മോനെ, കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും. നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ, കുടിക്കട്ടെ അവര്. അത് മര്യാദയുടെ ഭാഷ. കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഷെർലി, ദേ കയ്യെന്ന് വിട്. നാളെ ഉണ്ടടി നിനക്കൊക്കെ. കക്കാൻ നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ്. കട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകൾ മുമ്പ് നാറിയില്ലേ? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് ഒരു രോഗം. തല്ലു കൊള്ളുമ്പോ ഭേദാവും. മേലിൽ ഇവളോട് ആരും പുറത്തു വരുത്. കയ്യോട് കൈ കൈ കരളൊന്നാണുടൊയ്ടൊയ്, കയ്യോട് കൈ കൈ കരളൊന്നാണുടൊയ്ടൊയ്. മനസ്സേ സ്വർണ്ണ സ്വപ്ന കിണ്ണം നീവേ, ലഹരി നുരയുമീണം പൂപ്പുലരി പുലരുവോളം. ചിക്കിട്ട ചിക്കിട്ട ചം ചം, ഹോയ് ചിക്കിട്ട ചിക്കിട്ട ചം ചം. നാവും മേൽ നാളത്തെ നാടിൻ നോവാറ്റും ചാറ്റിന്റെ ചീലും കാണാത്ത ദൂരങ്ങൾ തേടാ കാലൊച്ച കാതോർക്കും ചേലും. മനസ്സിന് മയിലാട്ടം കനവിന് കൊടിത്തൂക്കം, മനസ്സിന് മയിലാട്ടം കനവിന് കൊടിത്തൂക്കം. അഴകേ അങ്ങോടിങ്ങൂടെങ്ങാൻ വായുവാ. ചിക്കിട്ട ചിക്കിട്ട ചം ചം, ചിക്കിട്ട ചിക്കിട്ട ചം ചം. തബലത്തിനില മേളം, തകിട്ട തകിട്ട താളം. നാടോട് നാടൻ നീ വന്നേ, തോളോട് തോളൊത്തു നിന്നേ. ആകാശക്കൂരാപ്പിൽ തൂങ്ങി ഈ ലോകം ഇന്നോളം തേങ്ങി. ഇനിയൊരു പുകിലാണ് പുതിയൊരു തുയിലാണ്, ഇനിയൊരു പുകിലാണ് പുതിയൊരു തുയിലാണ്. ഇതിലേ ആടിപ്പാടി പുത്താണ്ടെത്തുന്നേ. ചിക്കിട്ട ചിക്കിട്ട ചം ചം, ഹൈ ചിക്കിട്ട ചിക്കിട്ട ചം ചം. തബല ദിമില മേളം, ഹൈ തക്കിട്ട തക്കിട്ട താളം. കയ്യോട് കൈ കൈ കരളൊന്നാണ് ഡൊയ്ഡൊയ്, കയ്യോട് കൈ കൈ കരളൊന്നാണ് ഡൊയ്ഡൊയ്. മനസ്സേ സ്വർണ്ണ സ്വപ്ന കിണ്ണം നീവേ, ലഹരി നുഴയിൽ വീണം പൂമ്പുലരി പുലരുവോളം. ചിക്കിട്ട ചിക്കിട്ട ചം ചം, ഹൊയ് ചിക്കിട്ട ചിക്കിട്ട ചം ചം, ഹൊയ് ചിക്കിട്ട ചിക്കിട്ട ചം ചം, ഹൊയ് ചിക്കിട്ട ചിക്കിട്ട ചം ചം. ചിക്കിട്ട ചിക്കിട്ട ചം ചം, ഹൊയ് ചിക്കിട്ട ചിക്കിട്ട ചം ചം. എന്റെ ഈശോയെ, എന്തു പറ്റിയപ്പച്ച? ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? ഹാർട്ട് അറ്റാക്ക് നിന്റെ തന്തയ്ക്ക്. അതാ പറഞ്ഞത്. കാര്യം പറയാപ്പച്ച. എടാ, ഇന്ന് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്താമെന്ന് വാക്ക് കൊടുത്തതാ ഏലിക്കുട്ടിക്ക്. അത്രേ ഉള്ളോ? അപ്പച്ചൻ വാക്ക് തെറ്റിക്കുന്നത് രാജുവേട്ടൊന്നും അല്ലല്ലോ. എടാ, അതല്ല പ്രശ്നം. പിന്നെ നാളെ വാർണിയുടെ കല്യാണം നിശ്ചയ. തലേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ ഏലിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പച്ച. അത് ശരിയാവില്ല അച്ഛയ. അമ്മച്ചിയുടെ മൂഡ് പറയാൻ പറ്റില്ല. ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ആര് സമാധാനം പറയും? എടാ പന്നിയുടെ മോനെ. അപ്പച്ച, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം. ഒരുപാട് വിളിച്ചിട്ടും അമ്മച്ചി ഉണർന്നില്ലെന്ന് നാളെ ഒരു കള്ളവും കാച്ചാം. അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്തെങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. പിന്നാലെ പോരെ, പിന്നാലെ പോരെ. അയ്യോ അയ്യോ, കള്ളൻ അമ്മച്ചി.
ഇവിടെ വെക്ക്. അതെ ഇങ്ങോട്ട് വിളിക്കില്ല. ഞാൻ അറിയുക ഇറങ്ങി. അതും ധൈര്യമില്ലാത്തൊരു കേട്ടോ. മണ്ടന്മാര് പറയാൻ ഞാൻ കേട്ടെ. ഞാൻ ആദ്യം രക്ഷപ്പെട്ടെ. അതാ പിടിച്ചോ പിടിച്ചോ. കൂലി പിടിക്കാ. അയ്യോ അമ്മച്ചി, അമ്മച്ചി ദേ കള്ളൻ. എവിടെ എവിടെ? ദാ അപ്പുറത്ത് രണ്ടുപേരുണ്ട്. എന്റെ ഈശോ. അപ്പച്ച നിന്നോ, ഞങ്ങൾ ഇപ്പൊ വരാം. എടാ തങ്കച്ച അവിടെ നിൽക്കാൻ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ അയ്യോ കള്ളൻ എവിടെ? കള്ളൻ അമ്മച്ചി, അവർക്ക് ആരെങ്കിലും വിളിക്കാം. അയ്യോ മണ്ടൻ കള്ളൻ അമ്മച്ചി. നമ്മുടെ ആഭരണമൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നേ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഓടി വരണേ. മര്യാദക്കകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഈ കള്ളൻ എന്നെ എങ്ങനെ അറിയാം? ഉച്ചയിടാതെ പ്രായമായവരെ എടാ പോടാന്ന് വിളിക്കരുത്. അമ്മച്ചി ഉരുളൻ കല്ലുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല ഇടിച്ച് പൊട്ടിക്കാം. വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട. അതെ, ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിൽ കയറി വരണോ? അല്ലേ അമ്മച്ചി? അതന്നെ, ഇറങ്ങി വാടാ പേരും കള്ള. വരുന്നുണ്ട് വരുന്നുണ്ട്. അനുസരണയാണ് കള്ളൻ. അങ്ങനെ ഇറങ്ങി വാ മര്യാദക്ക്. ഈശോ, ഇത് തന്നെയായിരുന്നു. നിങ്ങൾ ഈ പാതിരേക്ക് ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു? ടെറസില് ചോർച്ചയുണ്ടോന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച. സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റിക്കളി. അല്ല അപ്പച്ച, ബാറുണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ വന്ന് അയ്യേ, മാപ്പി വെക്കണമെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ? എന്റെ ദൈവമേ. ഇല്ലയോ പാവം. അതിന് ടെറസിന്റെ മേലെ കയറിട്ട് എന്നാ കാര്യം? അതെ. അല്ല അത് പോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നേ? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി വിളമ്പി തന്നൊക്കെ മറന്നു. കഞ്ഞിയോ? ആര്? ആരും കഞ്ഞിയല്ല. ഈ ചായ കണ്ടോ? ഒരുത്തർക്കും പോരെ, ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരും ഒന്നും പറയണ്ട. ഏലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇച്ചാന് കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം. അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തു നിൽക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? അത് തന്നെ. ആ, നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ. വന്നേ ഇങ്ങോട്ട്. എന്ത് കള്ളത്തരം? എന്നെ കെട്ടുന്ന കാലത്ത് എനിക്കറിയാം. ആരും കിട്ടിയ വേലിയാടാൻ പോകുന്നു. പോയി അങ്ങോട്ട്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിൽ മഷീട്ടും ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ട് നോക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അങ്ങോട്ടിരുന്നാട്ട്. അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. അതിന്റെ ഇടപാട് എന്താണോ? പിന്നെ അല്ലയോ. അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതിലൂടെ കുടിയത്തില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാത്തച്ഛൻ. മാത്തച്ഛനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. ശരിയാ. എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ഛനും. അപ്പച്ച, അവരെ കണ്ട എനിക്കെങ്ങനെ മനസ്സിലാവുക? എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതിക്കാറിലാ വരുന്നത്. നീ ആ കടത്തേടവിന്റെ അവിടെ പോയിരുന്നാ മതി. പെണ്ണുകാണാൻ വന്നവരല്ലേ? അതെ, നിർത്ത്. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുക. എന്തിന്? പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ സ്ഥലം വരെ പോയിരിക്കാം. ബ്രോക്കറുടെ മോനാ? അതെ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞേ, കേറ്.